ഓം ശാന്തി ശാന്തി ശാന്തി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ദിവസമാണ്. രാമനാര്, രാമായണം എന്ത്, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് എന്നൊക്കെ നമ്മൾ ഏകദേശ രൂപം മനസ്സിലായി. രാമായണത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയണമെങ്കിൽ ഒന്നുകൂടി പറയാനുണ്ട്. ഞങ്ങളുടെ എല്ലാം പരമഗുരുവായ നീലകണ്ഠ ഗുരുപാദർ 125 വർഷങ്ങൾക്ക് മുമ്പ് ചെങ്കോട്ടുകുളം ശ്രീരാമദാശ്രമം, അന്ന് അറിയപ്പെടുന്നത് സ്വാമിയാർ മഠം എന്നാണ്. ചെങ്കോട്ടുകുളം ആശ്രമത്തിന് എത്ര കണ്ട വ്യാപ്തിയുണ്ടോ, എത്ര കണ്ട് ഗുരുത്വമുണ്ടോ, എത്ര കണ്ട് മഹാത്മ്യമുണ്ടോ, അവിടെ ജനിച്ച് വളർന്ന വിത്തുക്കൾക്ക് എത്ര പ്രാപ്തിയുണ്ടോ, ഇതെല്ലാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ രാമായണം തന്നെയാണ്. രാമായണത്തിന് മഹാത്മ്യം അറിയാം. അവിടെ 100-120 വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ രാമായണം മുഴുവൻ വായിച്ച് തീർക്കുന്നുണ്ട്. വിശേഷാൽ ദിവസങ്ങളിൽ അഭിഷേകവും ഉണ്ട്. വാൽമീകി ശ്രീരാമനോട് പറഞ്ഞൊരു വാക്കുണ്ട്: രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി ഒരു വൃക്ഷത്തിൻ്റെ രണ്ട് വൃക്ഷത്തെ നടക്കരുത്. രാമൻ എന്ന് പറയാൻ അദ്ദേഹത്തിന് ഒന്നും സാധിക്കില്ല. ആ മരം ഈ മരം എന്ന് പറഞ്ഞ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ രാമനാമം പറഞ്ഞ് ഞങ്ങൾ ഇനി തിരിച്ചു വരുവോളോ നീ ഇവിടെ തന്നെ ഇരുന്ന് നാമം ജപിക്കുക. 10,000 വർഷം കഴിഞ്ഞു പോയി. രാമനാമത്തിൻ്റെ പ്രഭാവം നിൽക്കാൻ വെച്ചപ്പോൾ ദാഹമോ ഉറക്കമോ ക്ഷീണമോ ഒന്നും അദ്ദേഹത്തിന് തോന്നിയില്ല. ചിതൽ കൊണ്ട് അദ്ദേഹത്തെ മൂടപ്പെട്ടു. 10,000 വർഷം കഴിഞ്ഞ് സപ്തർഷിമാർ അതുവഴി വന്നപ്പോൾ ആ ചിതൽപുറ്റിൽ നിന്ന് ദിവ്യമായ 2 ജ്യോതി അദ്ദേഹത്തിൻ്റെ 2 കണ്ണിൻ്റെ പ്രഭാവം പുറത്ത് കാണുകയും അവരാലോചിച്ചപ്പോൾ ഇത് നമ്മളന്ന് ഇരുത്തിയിട്ട് പോയ ആ വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ മഹാത്മാവായിരിക്കുന്നത്. അവർ തന്നെ ചുറ്റുമുള്ള ചിതലത്തെ തല്ലിപ്പൊടിച്ച് അദ്ദേഹത്തെ പിടിച്ചിട്ട് പറഞ്ഞു: വാൽമീകി മധ്യവും നിന്ന് ജനിക്കിയാൽ ആ മുനീന്ദ്രന്മാർ അഭിധാനവും ചെയ്താൻ വാൽമീകി. അതുവരെ കൊടുത്ത പേരാണ്. വാൽമീകി മധ്യോ ജനിക്കുന്നത് ചിതപ്പുറ്റിൽ നിന്ന് ജനിച്ചത് കൊണ്ട് അങ്ങനെ ഒരു പേര് അദ്ദേഹത്തിന് കിട്ടി. എന്നിട്ട് അദ്ദേഹത്തിന് ആത്മജ്ഞാനിയായി വാഴി അദ്ദേഹത്തിന് അനുഗ്രഹം കൂടി തന്നു മുതൽ അദ്ദേഹം മഹാമുനിയായി, 10,000 ശിഷ്യന്മാരുടെ ഗുരുവായി. ആദ്യമായി നമ്മുടെ ഭാരത സംസ്കാരത്തിൽ ശബ്ദം അക്ഷരത്തിൽ രൂപത്തിൽ ആദ്യം ചെയ്തത് വാൽമീകിയാണ്. അദ്ദേഹത്തിൻ്റെ അനേകം ശിഷ്യന്മാരുണ്ട്. അദ്ദേഹത്തിന് പ്രമുഖരായ ശിഷ്യന്മാരുണ്ട്. അതിലൊരാളാണ് ഭരദ്വാജമുനി. വൈമാനിക പ്രകരണം കണ്ടുപിടിച്ചത് ഭരദ്വാജമുനിയാണ്. വൈമാനികം എന്ന് പറഞ്ഞാൽ വിമാനം ഇങ്ങനെയുള്ള ഇരിക്കണം, എന്തൊക്കെ ആയിരിക്കണം എന്നൊക്കെ കണ്ടുപിടിച്ച മുനിയാണ് ഭരദ്വാജൻ. ഭരദ്വാജന്റെ മഹത്വം രാമായണത്തിൽ വീണ്ടും പറയുന്നുണ്ട്. അവര് ശ്രീരാമാദികളൊക്കെ പോയപ്പോൾ അവിടെ ഒരു ദിവസം താമസിച്ചു. പിറ്റേന്നാണ് വാൽമീകി ആശ്രമത്തിലേക്ക് പോയത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഭരതൻ ശ്രീരാമചന്ദ്ര ഭഗവാൻ അന്വേഷിച്ച് വരുമ്പോൾ അനേകം പടയോടുകൂടിയും രാജകുമാരന്മാരും രാജകുമാരിമാരും അമ്മമാരും ഒക്കെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സങ്കല്പം മാത്രമേ ദേവലോക സമാനമായി തീർന്നിരുന്നു. ഇതെല്ലാം പ്രഭാവം എവിടുന്ന വരുന്നത്? രാമനാമം. ഈ ഭരദ്വാജ മുനിയുടെ മകന്റെ മകനാണ് മഹാഭാരതത്തിലെ പരമഗുരുവായ ദ്രോണാചാര്യൻ. അതവിടെ നിൽക്കട്ടെ. രാമനാമത്തിന്റെ പ്രഭാവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. രാമനാമം ആരുടെ കൂടെ ഉണ്ടോ, ആരുടെ നാവിലുണ്ടോ, ആരുടെ മനസ്സിലുണ്ടോ അവർക്ക് ഒരു വിധത്തിലുള്ള ശത്രുക്കളും ഉണ്ടാകുകയില്ല. അത് പരമമായ സത്യമാണ്. ഞങ്ങളുടെ എല്ലാം ജീവിതത്തിന്റെ അനുഭവമാണ്. കലിയുഗത്തിൽ നമുക്ക് വേറൊന്നും ചെയ്യാൻ നമ്മൾ പ്രാപ്തരല്ല. യജ്ഞങ്ങൾ ചെയ്യാനോ യാഗങ്ങൾ ചെയ്യാനോ ഒക്കെ ആശ്രമങ്ങളിലെ മറ്റെയാണ് നടക്കൂ. സാധാരണക്കാരുടെ വീട്ടിൽ വലിയ ഇന്നും ബുദ്ധിമുട്ടാണ്. എന്നാൽ അതിനെല്ലാം ഫലം നമ്മളെല്ലാം ഇപ്പോൾ മാത്രം ജനിച്ചവരല്ല. നമ്മളൊക്കെ പൂർവ്വസൂചികളാണ്. നമ്മളൊക്കെ ഈശ്വരന്റെ അനുഗ്രഹമുള്ളവരാണ്. രാമന്റെ അനുഗ്രഹ കൃപ നമ്മളിൽ എപ്പോഴും ഉണ്ട്. ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളെ ആശ്രമങ്ങളിലൊക്കെ വരാനും സത്സംഗങ്ങളൊക്കെ കേൾക്കാനും ഇടയായത്. പക്ഷെ ഈ കിട്ടിയ സൗഭാഗ്യം നിങ്ങൾ ആരും നശിപ്പിക്കരുത്. ഇന്ന് വരെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ ചെയ്യുന്നവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചെയ്തിട്ട് അടുത്ത വീട്ടുകാരോട് നമ്മൾ പ്രേരിപ്പിക്കുക. നമ്മൾ ഒരാളെ ഉപദേശിക്കണമെങ്കിൽ ആദ്യം നമ്മൾ നന്നാവണം, എന്നിട്ട് മാത്രമേ മറ്റൊരാൾക്ക് ഉപദേശിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ മാതൃകയായിരിക്കണം. മാതൃകാ പുരുഷനായിരിക്കണം, മാതൃകാ സ്ത്രീ ആയിരിക്കണം. ആ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന കുട്ടികളും മാതൃകയായി തന്നെ വളരും, നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറും. അതാണ് അദ്ദേഹം പറഞ്ഞത്. വാൽമീകി ശ്രീരാമനെ കണ്ട മാത്രമേ പറഞ്ഞത് രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയായി ചമയുന്നതിനെ
ഇന്നിപ്പോൾ ഈ ആശ്രമത്തിൽ നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാനും ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാനും നമ്മളിലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാനും നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാകുന്ന രീതിയിൽ ഞങ്ങൾക്കൊക്കെ പ്രാർത്ഥിക്കാനും പറ്റിയതല്ല രാമനാമത്തിൻ്റെ പ്രഭാവമാണ്. അത് ആരെ പ്രേരണയിൽ വന്നു? ഗുരുക്കന്മാരുടെ പ്രേരണയിൽ വന്നതാണ്. ഭഗവാൻ സ്വാമിജിക്ക് ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, അതുള്ളതല്ല നടന്നുകൊണ്ടിരിക്കുന്നു. രാമായണം നവാഹ രൂപത്തിൽ, അത് പണ്ട് മുതലേ രാമായണം നവാഹ 9 ദിവസമായിട്ടാണ്. അത് നമ്മുടെ പൂജപ്പുര കൃഷ്ണനാരെയും വട്ടപ്പാറ സോമശേഖരൻ സാറിനെയും വിളിച്ചിട്ട് ഇവരാണ് ആദ്യത്തെ ഇതിൻ്റെ ആദ്യോത്ഭവം. അവരദ്ദേഹത്തിൻ്റെ കാലം തീരുന്നത് വരെയും ഞങ്ങളിത് അത് തന്നെയായിരിക്കും നമ്മളെവിടെ പോയാലും നമ്മുടെ എല്ലാം രാമായണ പാരായണം. അത് അദ്ദേഹത്തിന് അതിൻ്റെ അധ്യക്ഷനായിട്ട് നമ്മുടെ പൂജപ്പുര കൃഷ്ണനായർ സാറിനെയും കൃഷ്ണ എന്ന് പറഞ്ഞ് സ്വാമി ആ വാത്സല്യത്തോട് വിളിക്കുന്ന അതുപോലെ സാറിനെയും വിളിച്ച് സ്വാമിസാറിനെ വിളിച്ച് അടുത്തിരുത്തി എങ്ങനെ ചിട്ടപ്പെടുത്തി അതെങ്ങനെയൊക്കെ നിങ്ങൾ പറയണം. അദ്ദേഹം പൂജപ്പുര കൃഷ്ണനായർ ഇന്നിവിടെ നമ്മൾ കേട്ട പാട്ടുകളെല്ലാം 9 ദിവസം അദ്ദേഹം എഴുതിയതാണ്. സ്വാമിയുടെ അനുഗ്രഹമുണ്ട്. സോമസാറാണ് അത് രാഗം ചിട്ടപ്പെടുത്തിയത്. അതിന്ന് പല സ്ഥലങ്ങളിലും ഞാൻ താമസിക്കുന്ന ആശ്രമത്തിൽ 10 വർഷം 10 പ്രാവശ്യം രാമായണ നവാഹം നടന്നു. ഇനി അടുത്ത സെപ്റ്റംബറിൽ ഒക്ടോബർ സ്വാമിയുടെ ജയന്തി 90ാമത് ജയന്തിയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് അവിടെ നവാഹം നടത്താൻ ഞങ്ങളെല്ലാം തീരുമാനിച്ചു. ഞാൻ മാത്രം തീരുമാനിച്ചു ഒന്നും നടക്കില്ല, ഇവരുടെ എല്ലാവരുടെയും സഹായ സഹകരണമായിരുന്നു. അതെല്ലാം അവർ ഏറ്റിട്ടുണ്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്യണം. ഇവിടെ നവാഹം നടക്കഴിഞ്ഞാൽ അടുത്ത വർഷം എന്തായാലും ഞാനും സ്വാമിയൊക്കെ ഉണ്ടെങ്കിൽ അത് നടക്കും, അത് ഉറപ്പാണ്. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ അതിനുവേണ്ടി തയ്യാറാവുക. എല്ലാ ദിവസവും വൈകുന്നേരം വിളക്ക് കത്തിച്ച് രാമായണം മുഴുവൻ വായിക്കാൻ പറ്റും. കുറച്ച് ഭാഗം രാമായണം വായിക്കാം. സന്ധ്യാനാമ ജപം എന്ന് പറഞ്ഞാൽ രാമായണത്തിൻ്റെ സംക്ഷിപ്തമായ ചെറിയ പുസ്തകം വായിക്കാൻ കിട്ടും. അത് എഴുത്തച്ഛനാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. ഈ അധ്യാത്മ രാമായണം എന്ന് പറയുന്നത് വാത്മീക എഴുതുന്നതല്ല. സമയം ദീർഘിക്കുമ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത് വ്യാസഭഗവാനാൽ രചിതമാണ്. അതിൻ്റെ മലയാള പരിഭാഷയാണ് എഴുത്തച്ഛൻ നമുക്ക് കാട്ടി. നമ്മുടെ ഭാഷാപിതാവ് ഇന്ന് മലയാളത്തിന് ഒരു അർത്ഥം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു അച്ഛൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എഴുത്തച്ഛനാണ്. അദ്ദേഹം വാൽമീകിയുടെ അവതാരമാണെന്ന് ഒരു കഥയിൽ വായിച്ചിട്ടുണ്ട്. അതിന് കഥകളുണ്ട്. അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നത് ഇനി ഒരു അവസരം വരുമ്പോൾ പറയാം. എന്തായാലും എഴുത്തച്ഛന് സാധാരണ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം അദ്ദേഹം ഇരുന്ന് എഴുതിയ ആ കാഞ്ഞിരത്തിൻ്റെ ഇല പറിച്ചു കഴിച്ചാൽ ഇന്നും കഴിക്കുന്നില്ല. അതാണ് രാമനാമത്തിൻ്റെ പ്രഭാവം. ഒന്നും വേണ്ട, നമ്മുടെ ആശ്രമത്തിൻ്റെ കാര്യം മാത്രം എടുത്ത് നോക്കിയാൽ മതി. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരോടും എനിക്കൊരു പ്രാർത്ഥന, നിങ്ങൾ ആരും ഇന്ന് മുതൽ ഇന്നിപ്പോൾ അഭിഷേകം കഴിഞ്ഞ് തരുന്നവരും നമ്മളിന്ന് രാമായണം വായിച്ചതിന് രാമചരിത്രത്തിന് തുല്യമാവും. നമുക്ക് 8 മണിയൊക്കെ ഏറ്റവും വീട്ടിൽ പോകാൻ പറ്റും. പക്ഷെ നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ രാവിലെ എണീറ്റ് ആദ്യം നമ്മൾ കുളിച്ച് വൃത്തിയായിട്ട് മാത്രമേ അടുപ്പ് കത്തിക്കാവൂ. ആ അടുപ്പിൽ നിന്നൊരു തിരി എടുത്ത് വേണം, അല്ല വിളക്ക് കത്തിച്ച് വിളക്കിൽ നിന്നൊരു തിരി എടുത്ത് വേണം അടുപ്പിൽ കത്തിക്കാൻ. രാവിലെ വിളക്ക് കത്തിക്കണം. എന്നിട്ട് ആദ്യം നിന്നൊരു തിരി കത്തിച്ചൊന്ന് അടുക്കളയിൽ കത്തിച്ചു. ഗ്യാസിലായിക്കോട്ടെ കുഴപ്പമില്ല. പക്ഷെ അതിന് അഗ്നി നമ്മുടെ പൂജാമുറിയിലെ അല്ലെങ്കിൽ പൂജാമുറി ഇല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്ന സ്ഥലത്തുനിന്ന് തിരി കത്തിച്ച് അടുപ്പ് കത്തിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അമ്മമാർക്ക് ഒരാൾക്കെങ്കിലും സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം ഒരു ദിവസം കൊടുക്കാൻ പറ്റും, ഒരു നേരമെങ്കിലും കൊടുക്കാൻ പറ്റും. അത് വലിയ ധന്യതയാണ്. അന്നദാനം, മഹാദാനം, ജ്ഞാനദാനമാണ് ഒന്നാമത്. അത് എല്ലാവരെ കൊണ്ടും സാധിക്കില്ല. രണ്ടാമത് സാധിക്കും അന്നദാനം. നമ്മൾ കഴിക്കുന്നതിലൊരു പങ്ക് നമ്മുടെ കൂടെ ഉള്ളവർക്ക് ആർക്കെങ്കിൽ. ഈ കാണുന്നതെല്ലാം നമ്മുടെ ശത്രുക്കളെല്ലാം വിത്തങ്ങളാണ്. എന്തെങ്കിലും അവിവേകം കൊണ്ടായിരിക്കും ചിലപ്പോൾ കാണുമ്പോൾ ശബ്ദം സുന്ദരമല്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. അതൊക്കെ നാം മറന്നു കളയുന്നത് അവരെ അറിവില്ലായ്മ കൊണ്ടാണ്. അല്ലെങ്കിൽ അത് കേട്ടാൽ എനിക്കത് മനസ്സിലാക്കാൻ പ്രാപ്തി ഇല്ലാത്തതെന്ന് കണ്ട് സമാധാനപൂർവ്വം അവരോട് നല്ല നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് ഇളിച്ച് കാണിച്ചിട്ട് പ്രതിബിംബം ചിരിച്ച് കാണിക്കണമെന്ന് പറഞ്ഞാൽ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയാണ് മറ്റുള്ളവർക്ക് മാർഗദർശനമാകുക. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെ നല്ല രീതിയിൽ ചിന്തിക്കുക. കിടക്കുന്നതിന് മുമ്പ്, ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് ഈ 24 മണിക്കൂർ അല്ലെങ്കിൽ ഇപ്പോൾ 18 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ 12 മണിക്കൂർ കഴിഞ്ഞു, ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കൂടെ ചെയ്യാമായിരുന്നു, എന്ത് ചെയ്യരുതായിരുന്നു, ഇത് ഓരോ ദിവസവും നമ്മൾ റീവൈൻഡ് ചെയ്ത് ആലോചിച്ച് നോക്കിയാൽ പിറ്റേ ദിവസം നമുക്ക് കുറച്ചുകൂടെ സുന്ദരമാവും. എണീക്കുമ്പോൾ തന്നെ ഭഗവത് നാമ ജപത്തോടുകൂടി എണീക്കുക. ആഹാരം പാകം ചെയ്യുമ്പോഴും, ഇപ്പോൾ പുരയിടം കളിക്കുമ്പോഴും, ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിൽ രാമനാമം ഉണ്ടായാലോ രാമനാമത്തിൻ്റെ പ്രഭാവം നമ്മളിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ വ്യക്തികളിൽ, നമ്മുടെ കൂടെയുള്ള പ്രാണികൾക്കെല്ലാം അതിൻ്റെ പ്രഭാവം ഉണ്ടാകും. നമ്മൾ ദിനം വളർന്ന് നമുക്ക് ആത്മസാക്ഷാത്കാരം ഉണ്ടാകും. അതിൽ ഒന്ന് മാത്രം കാര്യം ചെയ്താൽ മതി, രാമനാമം ജപിച്ചാൽ മതി. കൂട്ടത്തിൽ ലളിതാ സഹസ്രം പരമേശ്വരിയുടെ നാമം ജപിക്കുന്നത് തെറ്റൊന്നുമല്ല. എന്തായാലും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്കാർക്കും എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ. ജയ് ശ്രീ രാം.
രാമനാമത്തിന്റെ പ്രാധാന്യം എന്താണെന്നും അതിന്റെ മാഹാത്മ്യം എന്താണെന്നും കുറച്ച് വാക്കുകൾ കൊണ്ട് ഉദാഹരണ സഹിതം നമുക്ക് പറഞ്ഞു തന്ന സ്വാമിജിക്ക് ആശ്രമത്തിന്റെ സ്നേഹവും പ്രാർത്ഥനയും ആ പാദങ്ങളിൽ സമർപ്പിക്കുന്നു.